ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനരിപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് നല്ല 8ൻ്റെ പണി തന്നെ ചന്ദ്രയായിട്ട് കൊടുക്കുന്നുണ്ടല്ലേ. ചന്ദ്ര രാപ്പകലില്ലാതെ ശ്രുതിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് കൂടാതെ തന്നെ ശ്രുതിയൊന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല അല്ലേ. അങ്ങനെ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മുടെ വർഷ ശ്രുതിക്കായിട്ട് 8ൻ്റെ പണി നൽകുന്നുണ്ട്. ആ ഒരു ഭാഗത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനീ പറയുന്നത്. ഈ ശ്രുതിയോടുള്ള ചന്ദ്രയുടെ ദേഷ്യം മാറുന്നതിന് വേണ്ടിയിട്ട് ചന്ദ്രയുടെ കാല് പിടിച്ച് കരയുന്നതെല്ലാം തന്നെ നമ്മൾ ഇന്നലത്തെ പ്രമോയിൽ കണ്ടൊരു ഭാഗമാണ്. അതിനുശേഷം ചന്ദ്രയുടെ മനസ്സ് ചെറുതായിട്ടൊക്കെയാണെങ്കിൽ മാറുന്നുണ്ട് കേട്ടോ. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ശ്രുതി നേരെ ഭാമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, രവിക്ക് ശേഷം നമ്മുടെ ഭാമ പറഞ്ഞാലാണ് ചന്ദ്ര ഒരു 90% കേൾക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ശ്രുതി ഭാമയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ഭാമയുടെ അടുത്ത് ഭയങ്കരമായിട്ട് തന്നെ കരയാണ് കേട്ടോ. ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല, ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് തെറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്ന സമയത്ത് നമ്മുടെ ഭാമയുടെ സ്വഭാവം അറിയാമല്ലോ. സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന ശ്രുതി തൻ്റെ കൺമുന്നിൽ നിന്ന് കരയുന്ന കാണുന്ന ഭാമയ്ക്ക് സങ്കടമാവുന്നുണ്ട്. അങ്ങനെ ഭാമ ശ്രുതിക്ക് വേണ്ടിയിട്ട് ചന്ദ്രയോട് സംസാരിക്കുക, ആ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, നീ ഇനിയും വാശി പിടിച്ചിരുന്നതിന് ഒരു പക്ഷേ ശ്രുതി സ്വന്തം അച്ഛൻ്റെ കൂടെ മലേഷ്യയിലേക്ക് പോകുന്ന ഈ കണ്ട സ്വപ്നങ്ങളെല്ലാം വെറുതെ ആവും. നിൻ്റെ മകൻ വീണ്ടും അലഞ്ഞു തിരിഞ്ഞ് ജോലിയില്ലാത്ത പോലെ നടക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ഒന്ന് ചെറിയതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ശ്രുതിയും കൂടി ചന്ദ്രയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുന്നതും ഭാമ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൂട്ടിയാലോചിച്ച് നോക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് ശരിയാണെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ശ്രുതി തന്നോട് ചെയ്ത തെറ്റ് പൂർണ്ണമായും തന്നെ ചന്ദ്രയ്ക്ക് പൊറുക്കാനാകാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ അവിടെ എവിടെയൊക്കെയായിട്ട് ചന്ദ്ര ചെറിയ പണിയൊക്കെ ശ്രുതിക്കായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പായി പോയതിനു ശേഷമാണ് നമ്മുടെ സച്ചി മലേഷ്യയിൽ നിന്നുള്ള 2 പേര് ഓട്ടം വിളിക്കുകയും അവർ പ്രായമായിട്ടുള്ളവരായതുകൊണ്ട് തന്നെ 60ാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ വീട്ടിലേക്ക് സച്ചി ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്താണ് സച്ചി കൊണ്ടുവന്നിരിക്കുന്ന മലേഷ്യക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ചന്ദ്ര വേഗം തന്നെ ശ്രുതിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രുതി അവിടെ മറ്റൊരു അതിബുദ്ധി കാണിക്കുന്നുണ്ട്. ശ്രുതിക്ക് പല്ലുവേദനയാണ്, തനിക്ക് സംസാരിക്കാനാവുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായയിലേക്ക് ഒരു പഞ്ഞിയൊക്കെ തിരികെ വെച്ചതിന് ശേഷം നൈസായിട്ട് തന്നെ അവിടെ നിന്ന് മൂവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കൃത്യസമയത്തിന് ഇത്രയും നേരമില്ലാത്ത പല്ലുവേദന വന്നതുകൊണ്ട് തന്നെയും സച്ചിക്കും രേവതിക്കും ശ്രുതി എന്തൊക്കെ കള്ളത്തരങ്ങൾ മറയ്ക്കുന്നുണ്ടെന്നും ശരിക്കും പറഞ്ഞാൽ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലുണ്ടോ എന്നൊരു സംശയം വരെ ഉണ്ടെന്ന് സച്ചി രേവതിയായിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രുതി പല്ലുവേദനയാണെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ചന്ദ്ര താൻ കൂടെ വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവരാരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തൻ്റെ കള്ളത്തരം പിടിക്കപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഷ പറയുകയാണ്, ആ ചേച്ചി എങ്ങോട്ടേക്കും പോകേണ്ട, ചേച്ചിക്ക് തനിക്കൊന്നും വർത്തമാനം പറയാൻ പോലും പറ്റിയില്ല, ഞാൻ പോയിട്ട് വരാം ശ്രീകാന്തി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൂടെ പോകേണ്ട. ശ്രുതി പരമാവധി വർഷയെ ഒഴിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷ താൻ കൂടെ വരാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൂടെ ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നതിന് ശേഷം ശ്രുതി തൻ്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ പിടിക്കപ്പെടുമല്ലോ എന്നൊക്കെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഡോക്ടർ പല്ല് ഫുള്ള് നോക്കിയിട്ട് പറയുന്നു, ഒരു പല്ല് പേടുണ്ട്, ആ പല്ല് എടുത്ത് കളഞ്ഞില്ല എന്നാണെങ്കിൽ ബാക്കി പല്ലിലേക്കും വ്യാപിക്കാതല്ല, തൽക്കാലത്തിൽ മെഡിസിൻ മതി എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് വർഷ വേഗം പറയാൻ കേട്ടോ, അങ്ങനെയൊന്നും ചെയ്യൊന്നും വേണ്ട, ആ ഒരു പല്ല് കേടാണെന്നാണെങ്കിൽ അതെടുത്ത് കളയുക തന്നെ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട വർഷ, എനിക്ക് പല്ലൊന്നും കളയണ്ട എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിലും വർഷയുടെ നിർബന്ധപ്രകാരം തന്നെ ഡോക്ടർ ശ്രുതിയുടെ പല്ലെടുത്ത് കളയുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണൊരവസ്ഥയിൽ തന്നെ ശ്രുതി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു 8ൻ്റെ പണി നമ്മുടെ വർഷ മുഖേന ശ്രുതിക്ക് ലഭിക്കാനും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.